ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ വാർത്തയിലേക്കാണ്. ദോഹയിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ബോംബർ ജെറ്റുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ നിരവധി തവണ സ്ഫോടനം കേട്ടെന്ന് ദൃക്സാക്ഷികൾ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ ചെയ്യുന്നു. ദിലീപ് കുമാർ, ഈ ഇസ്രായേൽ അടക്കം പറയുന്നത് ഹമാസ് നേതാക്കൾ, അവിടെ പൊളിറ്റിക്കലായ ഏറ്റവും പവറുള്ള നേതാക്കളൊക്കെ, മീഡിയേഷൻ എത്തുന്ന നേതാക്കളൊക്കെ താമസിച്ചിടത്താണ് ആക്രമണം നടത്തിയതെന്നാണ്. നിലവിൽ ഈ കൊല്ലപ്പെട്ടവരിൽ അങ്ങനെ ഏതെങ്കിലും സുപ്രധാന ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ ഏതെങ്കിലും ഇടത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? സുഹൈൽ, ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള സ്ഥിരീകരണം, അതായത് ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതേസമയം പ്രധാനപ്പെട്ട നേതാക്കൾ, ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരൊക്കെ ഇവിടെ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ചില നിർണായക ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഈ വ്യോമാക്രമണത്തിൻ്റെ വ്യോമപാത സംബന്ധിച്ചുമൊക്കെയുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഖത്തറിൽ നിരവധി തവണ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലെ ഖത്താറയിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല പലതവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ വെളിപ്പെടുത്തിയെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്താറയിൽ പുകയുയരുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെറ്റുമായി ചേർന്നാണ് ഖത്തർ തലസ്ഥാനത്ത് ഈ ഹമാസിൻ്റെ ഉന്നത നേതൃത്വത്തെ വധിക്കുന്നതിന് വേണ്ടി വ്യോമസേന ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അതായത് നിരവധി വർഷങ്ങളായി ഹമാസിൻ്റെ നിരവധി നേതാക്കൾ അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. അവരെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തും, വിദേശത്ത് താമസിക്കുന്ന ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം. ദിലീപ്, ഇത് ഏത് സ്വഭാവത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്? ഇത് മിസൈൽ ആക്രമണമാണോ? സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നതാണല്ലോ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇസ്രയേലി ധനകാര്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ദോഹയിൽ നടത്തിയിട്ടുള്ള ആക്രമണം ശരിയായ തീരുമാനപ്രകാരം നടത്തിയിട്ടുള്ളതാണ് എന്നാണ് ഒരു ഇസ്രായേലി ഒഫീഷ്യലായ ബെസലൽ സ്മോത്രിച്ച് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ വിവരം സ്ഥിരീകരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കും വിധം തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ വ്യോമാക്രമണമാണ് നടത്തിയത്. തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലഭ്യമാകുന്ന വിഷ്വലുകളിൽ തന്നെ നമുക്ക് കാണാം, ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറി ഓടുന്ന ദൃശ്യങ്ങൾ കാണാം. ജനവാസ മേഖലയിലാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഖത്തർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തെ ഖത്തർ അപലപിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ഇതിൻ്റെ എങ്ങനെയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ രീതി? വ്യോമാക്രമണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ചേർന്നുള്ള വ്യോമാക്രമണമായിരുന്നു നടത്തിയത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ ചുരുക്കി പറയട്ടെ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്നിട്ടുള്ള ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആർക്കും, ഹമാസ് നേതാക്കൾ ആരും തന്നെ കൊല്ലപ്പെടുകയോ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഹമാസ് അൽ ജസീറയോട് പറഞ്ഞിരിക്കുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം, അതിൽ അമേരിക്കയുടെ പങ്കുണ്ടോ, അമേരിക്ക ഇതിന് ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഹമാസ് നേതാക്കൾ ദോഹയിൽ ഉണ്ടായിരുന്നത്. ഹമാസിനെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി ഇസ്രായേൽ ഏതറ്റം വരെയും പോകും എന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ദോഹയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം എന്നാണ് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. രാജ്യാന്തര സമൂഹം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി അപലപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഏത് സ്വഭാവത്തിലുള്ള ആക്രമണമാണ് ദോഹയിൽ നടത്തിയിട്ടുള്ളതെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ അവശേഷിക്കുകയാണ്. ഇതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ, അമേരിക്കയുടെ ഒത്താശയോട് കൂടിയിട്ടാണോ ഇസ്രായേലിന്റെ ദോഹ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം എന്ന കാര്യത്തിൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്കന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യങ്ങളിൽ പിന്നീട് തീരുമാനങ്ങൾ അറിയിക്കാം. എന്താണ് ഈ വിഷയത്തിലുള്ള അമേരിക്കയുടെ പ്രതികരണം എന്ന കാര്യത്തിൽ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് പ്രതികരണം ഉണ്ടാകും എന്നതാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം. ഇപ്പോൾ തന്നെ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി അൽ ജസീറയോട് പറഞ്ഞായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് there is no comment from the US administration at this time on the Israeli strikes in Doha എന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ ഘട്ടത്തിൽ ദോഹയിൽ നടന്നിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ
തയ്യാറല്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലി മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന്റെ കരുത്ത് ഏതറ്റം വരെയും അത് വ്യാപിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയും എന്നാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് നേതൃത്വം തങ്ങുന്ന ദോഹ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ദോഹയിൽ തന്നെയുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ക്യാമ്പുകൾ അവിടെയുണ്ട്, ആ ബേസുകൾ അവിടെയുണ്ട്. അവിടെ നിന്നാണോ ഈ ആക്രമണം ഉണ്ടായത്, അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണമാണോ ഉണ്ടായിട്ടുള്ളത് എന്നതിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു. ഉഗ്ര സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഇതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ബോംബർ ജെറ്റുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടു എന്നാണ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം.